നരേന്ദ്രമോദിക്കും അജിത് ഡോവലിനും പാകിസ്ഥാനെ 5 കഷ്ണങ്ങളാക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടല്ലോ, അത് എന്താണ് ശരിക്കും അതിന്റെ ലക്ഷ്യം? അല്ല, അങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് പാകിസ്ഥാനാണ് പറയുന്നത്. നരേന്ദ്രമോദി അജിത് ഡോവലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് പാകിസ്ഥാനിലുള്ള ആളുകളും ഈ ഡിഫൻസ് മേഖലകളിലുള്ള ഡിഫൻസ് സൈറ്റുകളുണ്ട്. ഡിഫൻസ് സൈറ്റുകളിൽ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ കാലം മുതൽ പാകിസ്ഥാനെ ശിഥിലീകരിക്കണം എന്നുള്ള ഒരാശയവുമായി മുന്നോട്ട് പോകുന്ന ആളാണ്. അതിന് ഏറ്റവും കൂടുതൽ മോദിക്കൊപ്പം നിന്ന് മോദിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നോക്കുന്നത് നമ്മുടെ ദേശീയ സുരക്ഷാ മേധാവിയായ അജിത് ഡോവലാണ്. അജിത് ഡോവന് പാകിസ്ഥാൻ്റെ മുക്കുമൂലം അറിയാം. പാകിസ്ഥാനിൽ 7 വർഷത്തോളം മുസ്ലിം പേര് സ്വീകരിച്ച് പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ചാരനായി പ്രവർത്തിച്ച ആളാണ് അജിത് ഡോവൽ. അജിത് ഡോവലിന് അറിഞ്ഞാത്ത ഒന്നുമില്ല. പാകിസ്ഥാൻ കാര്യങ്ങൾ അജിത് ഡോവലിന് ഒരിടത്തൊന്നും പഠിക്കണ്ട. അദ്ദേഹത്തിന് ഹൃദിസ്ഥമാണ്. അപ്പോൾ അങ്ങനെ ഇവർ പറയുന്നത് പാകിസ്ഥാൻ 5 രാജ്യങ്ങളാവും. ഇന്നത്തെ പാകിസ്ഥാൻ ഉണ്ടാവത്തില്ല. ഇന്നത്തെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് പഞ്ചാബ് പ്രവിശ്യ മാത്രമാകും. പിന്നെ ഒന്ന് ബലൂചിസ്ഥാൻ, നമുക്കറിയാമല്ലോ, കലാത്ത്, പഴയ കലാത്ത് എന്ന് പറയുന്ന രാജ്യം. പ്രിയന കഥ അറിയാമോന്ന് എനിക്കറിയില്ല, കലാത്തിൻ്റെ കഥ നമുക്ക് വഴിയെ പറയാം. പിന്നെ പഷ്തൂനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന പഷ്തൂൺ ഖൈബർ ഖാ എന്ന് പറയുന്ന പ്രദേശമുണ്ട് അവിടെ. പിന്നെയുള്ളത് സിന്ധു പ്രോവിൻസ്. പിന്നെ ബാൾട്ടിസ്ഥാൻ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ ഇപ്പം തന്നെയും പ്രക്ഷോഭത്തിലാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമാണെന്നുള്ളത്. ഇങ്ങനെ 5 കഷ്ണങ്ങളായി പാകിസ്ഥാൻ മാറും. അനധിവിദൂരമായ ഭാവിയിൽ മാറും. ഒരുപക്ഷെ ഈ പഹൽഗാമിൽ നടത്തിയ ഭീകരവാദി ആക്രമണം പോലും അതിന് കാരണമായേക്കാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞൊരു പേരുണ്ടല്ലോ, പഷ്തൂനിസ്ഥാൻ എന്നുള്ള പേര് അങ്ങനെ അധികം പേര് കേട്ടിട്ടില്ല. നമ്മുടെ ചാനലിൽ പോലും നമ്മൾ അധികം പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ പഷ്തൂനിസ്ഥാനെ കുറിച്ചൊന്ന് പറയാം. പഷ്തൂനിസ്ഥാൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ്റെ പിന്തുണയുള്ള തെഹ്രിക്ക് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടലുകളൊക്കെ നടക്കുന്ന ഒരു മേഖല. അവർ പറയുന്നത് ഞങ്ങൾ വേറെ ഒരു ദേശീയ ജനതയാണ്, ഞങ്ങൾ വേറെ ഗോത്രമാണ്. അത് പാകിസ്ഥാൻ സമ്മതിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഈ പറയുന്ന പഷ്തൂൺ മേഖല, ബലൂജ് മേഖല, അവിടെയുള്ള ആളുകളെയൊക്കെ ശരിക്കുമുള്ള പാകിസ്ഥാനികളായിട്ട് കൂടുന്നില്ല, ഒരു 2ാം കിട ജനങ്ങളായിട്ടാണ് കാണുന്നത്. നേരത്തെ ഇത് കിഴക്കൻ പാകിസ്ഥാനോട് ഇങ്ങനെയായിരുന്നു. അവരെ ഒരു മോശപ്പെട്ട ആളുകൾ, ഒരു വരേണ്യവർഗ മുസ്ലിമുകളുള്ളത് പഞ്ചാബ് സിന്ധു മേഖലകളിൽ, ബാക്കിയുള്ളിടത്തൊക്കെ അധകൃത മുസ്ലിങ്ങൾ. ജാതിയാണ് പ്രശ്നം. അങ്ങനെ ഈ വരേണ്യവർഗ മുസ്ലിമുകൾ നടത്തിയ വിവേചനവും വലിയ കൂട്ടക്കൊല നടത്തി പാകിസ്ഥാൻ. അങ്ങനെ കൂട്ടക്കൊലയ്ക്കുമൊക്കെ വിധേയമായതിനു ശേഷമാണ് മുജീബുർ റഹ്മാൻ്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി, മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരം നേടി ഭുക്തിവാഹിനി ഇന്ത്യൻ ആർമിയുടെ സഹായത്തോടെ 1971 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. മുജീബുർ റഹ്മാനെ ഇവർ പിടിച്ച് ജയിലിലിട്ടിരുന്നു. അത് ജയിലിലിട്ടിരിക്കുന്ന അവസ്ഥ നമ്മുടെ ഷെയ്ഖ് ഹസീനയുടെ പിതാവ് എങ്ങനെയാണെന്ന് ജയിലിലിട്ടിരിക്കുകയാണ്. ജയിലിലിട്ടിരിക്കുന്ന സെല്ലിൽ തന്നെ 6 അടി നീളത്തിലുള്ളൊരു കുഴിയും കുഴിച്ചിട്ടുണ്ട്. നിന്റെ കൊന്നതിനകത്ത് അടക്കം എന്ന് പറഞ്ഞാണ്. ഈ മുജീബുർ റഹ്മാൻ കഴിഞ്ഞ സെല്ലിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശവക്കുഴി തോണ്ടിയിരുന്നു. അദ്ദേഹത്തെ വധിക്കുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിതമായ ലക്ഷ്യമായിരുന്നു. ഭൂട്ടോയുടെ കാലത്ത് മുതൽ തന്നെ ഭൂട്ടോയുടെ ലക്ഷ്യം മുജീബുർ റഹ്മാനെ കൊല്ലുക എന്നുള്ളതായിരുന്നു. അത് അങ്ങനെ ഒരു ചരിത്രമൊക്കെയാണ്. അത് നമുക്ക് പിന്നീട് ഒരിക്കലും വിശദമായിട്ട് പറയാം. ഏതായാലും ഇങ്ങനെ ഈ പഷ്തൂൺ മേഖല എന്ന് പറയുന്നത് ഈ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട അഫ്ഗാൻ ഗോത്രമായി ബന്ധപ്പെട്ട ഇവരെയൊക്കെ ഈ വരേണ്യ മുസ്ലിമുകൾ പഞ്ചാബിലും സിന്ധിലും ഒക്കെ താമസിക്കുന്ന, പഞ്ചാബെന്നും സിന്ധെന്നും പറയാൻ കാരണം പാകിസ്ഥാനിലെ ഏറ്റവും സമ്പന്നമായ 2 പ്രദേശങ്ങളാണ് പഞ്ചാബ് സിന്ധു പ്രവിശ്യകൾ. നമ്മുടെ നദികളിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നുള്ള നദികളിൽ നിന്ന് ഒഴുകുന്ന ജലം കൊണ്ട് കൃഷി ചെയ്ത് വ്യവസായം നടത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് സമ്പന്നമായിരിക്കുന്ന 2 പ്രവിശ്യകളാണ് പഞ്ചാബും സിന്ധും. അപ്പോൾ അവിടെയാണ് ഏറ്റവും സമ്പന്നമായി പാകിസ്ഥാനിലെ സമ്പന്നർ മുഴുവൻ താമസിക്കുന്നത് അവിടെയാണ്. ഇപ്പോൾ സിന്ധു ജല പാക്കേജിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നതോടുകൂടി ഈ മേഖലയിലേക്ക് വെള്ളം ഇല്ലാണ്ടാവും, അവിടുത്തെ കൃഷിയാകെ നശിക്കും. ബാക്കിയുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ തന്നെ ദരിദ്രാവസ്ഥയിലാണ്. അപ്പോൾ അവർക്ക് ആ രൂപയുടെ പാകിസ്ഥാൻ കറൻസിയുടെ വിലയിടിയും. അപ്പോൾ മറ്റു പ്രദേശങ്ങളിലെ ആളുകൾ വലിയ തോതിൽ സിന്ധു പഞ്ചാബ് മേഖലയിലേക്ക് വരും. അവിടെ ഒരു ആഭ്യന്തര കലാപത്തിനൊക്കെ സാധ്യത ഉണ്ടാവുമെന്നൊക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നദീജലം തടയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപമായിരിക്കും. അതുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറയുന്നത് ഏതെങ്കിലും ഡാം വെച്ചിട്ട് തടഞ്ഞാൽ ആ ഡാം തകർക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞതിൻ്റെ തൊട്ടുപിറ്റേന്ന് നമ്മൾ 2 ഡാം അങ്ങോട്ട് ഷട്ടർ ഇട്ടു. നമ്മൾ ഇന്നലെ അവൻ ആക്രമിക്കാൻ വരട്ടെ എന്നാണ് നമ്മളിപ്പോൾ, നീ എന്തായാലും പറഞ്ഞല്ലോ, അതേ ഷട്ടർ ഞങ്ങൾ ഇട്ടു എന്ന് ഇന്ത്യ ഇന്നലെ കാണിച്ചു കൊടുത്തു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ പഷ്തൂൺ മേഖലയിലുള്ള ആളുകളെ വളരെ മോശപ്പെട്ട മുസ്ലിങ്ങളായിട്ടാണ് കരുതുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ പഷ്തൂണികൾക്ക് ഈ പാകിസ്ഥാൻ ഈ സവർണ മുസ്ലിങ്ങളുടെ അടിമത്തം എന്തിനാണ്? ഞങ്ങൾ വേറൊരു ഗോത്രമാണ്,
ഇസ്ലാം എന്ന് പറഞ്ഞ പല ഗോത്രങ്ങൾ ചേർന്നതാണല്ലോ, ഖുറേഷി കൂട്ടം എന്നൊക്കെ പറയുന്നത് അറിയാമല്ലോ. അപ്പോൾ ഈ ഗോത്ര വിഭാഗമാണ് ഞങ്ങൾ. ഈ പാകിസ്ഥാൻ്റെ ഒരു എത്തനിക് കൾച്ചറുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് രാജ്യം വേണം, ഞങ്ങളെ ഇവരിട്ട് അവഗണിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പഷ്തൂൺ മേഖലയിലെ, പഷ്തൂൺ ഖൈബർ ഖ മേഖലയിലെ ആളുകൾ കാലങ്ങളായിട്ട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ BLA-യുമായിട്ട്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുമായിട്ട് ജോയിൻ്റായിട്ട് ഒരു സഖ്യത്തിൽ പ്രവർത്തിക്കുകയാണ്. നിങ്ങൾക്കും സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾക്കും സ്വാതന്ത്ര്യം വേണം, നമ്മളപ്പോൾ സഹകരിച്ച് പ്രവർത്തിക്കാം എന്ന തരത്തിലാണ്. അതാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി വ്യാപകമായി പ്രചരിച്ച വീഡിയോ ഉണ്ടല്ലോ. പാകിസ്ഥാൻ പട്ടാളക്കാർ അഫ്ഗാൻ അതിർത്തിയിൽ ഈ പഷ്തൂണിസ്ഥാൻ വിമോചനത്തിനായി പോരാടുന്ന ആളുകൾക്ക് മുന്നിൽ യൂണിഫോം ഊരി കൊടുക്കുകയാണ്. കെട്ടുകണക്കിന് യൂണിഫോം കെട്ടിക്കിടക്കുന്നു. ഇവരുടെ തോൽവി സമ്മതിക്കുകയാണ് പാകിസ്ഥാൻ പട്ടാളം. അണ്ടർവെയർ ഇട്ടിട്ട് തിരിച്ചു പോവുകയാണ്. ആ വീഡിയോ വ്യാപകമായി പ്രചരിച്ചു, കണ്ടല്ലോ, പ്രിയ കണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് അവരൊരു മൂവ്മെൻ്റ് ഉണ്ട്, പഷ്തൂൺ തഹാഫു മൂവ്മെൻറ്റ്, PTM എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയുണ്ട്. അതിൻ്റെ ഒരു ജനകീയ നേതാവായിരുന്നു ആരിഫ് ഫസീർ. ആരിഫ് ഫസീറിനെ ഈ കോവിഡ് കാലത്ത് പാകിസ്ഥാൻ പിടിച്ച് കൊന്നു. ലോകം മുഴുവൻ കോവിഡിനെതിരെ പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ ചെയ്തതെന്നറിയോ? പാകിസ്ഥാൻ അവരുടെ ആളുകളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ആരിഫ് ഫസീറിൻ്റെ കുടുംബത്തിൽ നിന്ന്, അദ്ദേഹത്തിന് മുമ്പ് അവിടുത്തെ പോരാട്ടം നയിച്ചതിൻ്റെ പേരിൽ 17 പേരെ കൊന്നിട്ടുണ്ട്. ആ കുടുംബത്തിൽ നിന്ന് കൊല്ലപ്പെടുന്ന 18-ാമനായിരുന്നു ആരിഫ് ഫസീർ. അപ്പോൾ അദ്ദേഹം വലിയ ജനകീയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടക്കുന്ന സമയത്ത് 10,000-ങ്ങളാണ് ആ മൃതദേഹമായിട്ടുള്ള വിലാപയാത്രയിൽ പങ്കെടുത്തത്. അപ്പോൾ പാകിസ്ഥാനിൽ ഈ പറയുന്ന പോലെ ബലൂജ് മേഖലയിലെ ജനങ്ങൾ, പഷ്തൂൺ മേഖലയിലെ ജനങ്ങൾ, ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിലെ ജനങ്ങൾ എല്ലാവരും അസ്വസ്ഥരാണ്. അവർ പാകിസ്ഥാൻ്റെ ഈ പറയുന്ന കിരാതമായ വാഴ്ച അംഗീകരിക്കാൻ പറ്റില്ല എന്നാവശ്യപ്പെട്ട് പോരാട്ടത്തിലാണ്. ഈ പോരാട്ടത്തിന് ആക്കവും തൂക്കവും കിട്ടുന്ന തരത്തിൽ ഇന്ത്യ പ്രവർത്തിക്കുന്നുവെന്ന് പാകിസ്ഥാന് പണ്ടേയുള്ള പരാതിയാണ്. അതിനകത്ത് കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ നമ്മളറിയില്ല. ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് ഇന്ത്യ വിദേശ രാജ്യത്ത് നടക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ സഹായിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് പറയാൻ കഴിയാത്ത പല കാര്യങ്ങളും. ഒന്നും നമുക്കറിയില്ല. രണ്ടാമത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ലോകത്തോട് വിളിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ പക്ഷേ വേറെ കാര്യമുണ്ട്, പാകിസ്ഥാൻ ഇന്ത്യയിൽ ചെയ്യുന്നത് ഇന്ത്യക്ക് തിരിച്ച് പാകിസ്ഥാനോട് ചെയ്തുകൂടാന്നൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ നടക്കുന്ന പോരാട്ടങ്ങളുടെ ഭാഗമായി ഈ പാകിസ്ഥാനെ ഈ 4-5 കഷ്ണങ്ങളായി വിഭജിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ കലാത്ത് എന്ന് പറയുന്ന ജില്ല ബലൂചിസ്ഥാൻ പിടിച്ചു കഴിഞ്ഞു. അവിടുത്തെ ഹൈവേ N25 എന്ന് പറഞ്ഞ ഹൈവേ ഇപ്പോൾ BLA-യുടെ കീഴിൽ 120-ലേറെ ആളുകളെ, പട്ടാളക്കാരെ, ജനങ്ങളെയല്ല, പട്ടാളക്കാരെ കൊന്നു കഴിഞ്ഞു. ആ കലാത്ത് ജില്ലയിലെ പട്ടാള കൻറ്റോൺമെൻറ്റിൻ്റെ നിയന്ത്രണം ഇപ്പോൾ ബലൂചിസ്ഥാൻ്റെ കീഴിലാണ്. മാത്രമല്ല, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കീഴിലാണ്. മാത്രമല്ല, മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ മാരകമായ ആയുധങ്ങൾ ഇപ്പോൾ BLA ഉപയോഗിക്കുന്നുണ്ട്. അത് എവിടുന്ന് കിട്ടി എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പാകിസ്ഥാൻ കണ്ടുപിടിക്കട്ടെ, നമുക്ക് പറയണ്ട. ഏതായാലും മറ്റൊന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ്റെ ഈ ബലൂചിസ്ഥാൻ തന്നെ പാകിസ്ഥാൻ്റെ 44% വരും. ബലൂചിസ്ഥാൻ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ പകുതിയായി. ആ കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ സിന്ധു ദേശം, ബാൾട്ടിസ്ഥാനും പഷ്തൂണിസ്ഥാനും എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യയിലൊരു കൊച്ചു സംസ്ഥാനത്തിൻ്റെ വലിപ്പമുള്ള പഞ്ചാബ് മാത്രമായി മാറും. അത് പഞ്ചാബ് മാത്രമായി പറയാൻ കാരണം പാകിസ്ഥാനിലെ പഞ്ചാബിലുള്ള ആളുകളാണ് പാകിസ്ഥാനിൻ്റെ എല്ലാ അധികാര സ്ഥാനങ്ങളിലും ഇരിക്കുന്നത്. പാകിസ്ഥാൻ്റെ പട്ടാളത്തലവന്മാർ, പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിമാർ, അങ്ങനെ പഞ്ചാബുകാരാണ് പാകിസ്ഥാനെ ഭരിക്കുന്നത്, പാകിസ്ഥാനിലെ പഞ്ചാബുകാർ. അപ്പോൾ ഇത് മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് ഒരവസരവും കിട്ടുന്നില്ല, അവർ അടിമകളെ പോലെ കഴിയുന്നു. പഞ്ചാബിലെ ആളുകൾക്ക് ഞങ്ങളാണ് സവർണർ, ബാക്കിയുള്ളവരെല്ലാം മുസ്ലിമുകൾ പോലും അല്ല, സുന്നികളാണെങ്കിൽ പോലും മുസ്ലിമുകൾ പോലും അല്ല എന്നുള്ളൊരു ബോധമുണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്ന കലാപമില്ല, ഇന്ത്യ വിരുദ്ധതയൊക്കെ പറയുന്നത് പ്രധാനമായും പഞ്ചാബിൽ നിന്നുള്ള ആളുകളാണ്. പഞ്ചാബിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഇന്ത്യ വിരുദ്ധതയുണ്ട്, പാകിസ്ഥാൻ പഞ്ചാബിൽ. പിന്നെ കുറച്ച് പേർക്ക് സിന്ധിലുണ്ട്. ബാക്കിയുള്ള ഈ പറഞ്ഞ ഈ ബലൂചിസ്ഥാൻ മേഖലയാണെങ്കിലും പഷ്തൂണിസ്ഥാൻ മേഖലയാണെങ്കിലും ബാൾട്ടിക് ഗിൽജിസ്ഥാൻ മേഖലയാണെങ്കിലും അവിടെ ഒന്നും ഇന്ത്യ വിരുദ്ധതയില്ല. അവർക്ക് അവിടെയുള്ളത് മുഴുവൻ പാകിസ്ഥാൻ വിരുദ്ധതയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ വിരുദ്ധം എന്ന് പറഞ്ഞ് ഈ പഞ്ചാബ് വെച്ചിട്ടുണ്ട്. ഈ പഞ്ചാബ് മാത്രമായി പാകിസ്ഥാൻ മാറുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കമാണ് ഇന്ത്യ നടത്തുന്നു, അല്ലെങ്കിൽ അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നേരിട്ടുള്ളൊരു ആക്രമണം ഇന്ത്യ നടത്തുന്നതിനേക്കാൾ ഫലപ്രദമായി പാകിസ്ഥാനെ വിഘടിപ്പിക്കാനുള്ള ഒരു ശ്രമം ഈ യുദ്ധ സമാനമായ സാഹചര്യത്തിൽ ഇന്ത്യ ചെയ്യുമെന്നാണ് പ്രതിരോധ സൈറ്റുകളിൽ പലരും അഭിപ്രായപ്പെടുന്നത്. ഇത് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലതവണ നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ബലൂചിസ്ഥാനിലെ പോരാട്ടത്തെ
നമ്മൾ ഉൾപ്പെടെ ഇന്ത്യ വിശേഷിപ്പിക്കുന്നത് പോരാളികളെന്നാണ്, തീവ്രവാദികളെന്നല്ല. കാരണം അപ്പോൾ അങ്ങനെ കാശ്മീരിലെ ആളുകളെ പോരാളികളെന്ന് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടോ SDP പറഞ്ഞാൽ നമ്മൾ എതിർക്കുന്നത് എന്തിനാണെന്ന് ചോദ്യം വരാം. കാശ്മീർ പോലെയല്ല ബലൂചിസ്ഥാൻ. ബലൂചിസ്ഥാൻ ഒരു കാലത്ത് സ്വതന്ത്ര രാജ്യമായിരുന്നു. ആ രാജ്യത്തിൻ്റെ പേര് കലാത്ത് എന്നായിരുന്നു. അഹമ്മദ് യാർ ഖാൻ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ള അയാൾ ഭരിച്ചിരുന്ന ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് കലാത്ത്, ബലൂചിസ്ഥാൻ. ഇത് ബലൂചിസ്ഥാൻ എന്ന് വിളിക്കുന്ന കലാത്ത്. ഈ കലാത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡം വിട്ടു പോകുന്ന സമയത്ത് ബാക്കി അവശേഷിക്കുന്ന സ്ഥലങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കണമെന്നത് സംബന്ധിച്ച് ഒരു ചർച്ച നടന്നു. ഡൽഹിയിൽ അഹമ്മദ് യാർ ഖാൻ, കലാത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന അഹമ്മദ് യാർ ഖാൻ, ഇന്ത്യയിൽ നിന്ന് ജവഹർലാൽ നെഹ്റു, പാകിസ്ഥാനിൻ്റെ രാഷ്ട്രപിതാവായ മുഹമ്മദ് അലി ജിന്ന, മൗണ്ട് ബാറ്റൻ ഇവരുൾപ്പെടെ ഡൽഹിയിലൊരു ചർച്ച നടക്കുകയും ചർച്ച നടന്നിട്ട് ബ്രിട്ടീഷുകാർ പോകുമ്പോൾ കലാത്ത് സ്വതന്ത്ര രാജ്യമായി തുടരും എന്ന് സമ്മതിച്ചു. കലാത്ത് എന്ന് പറഞ്ഞാൽ അവിടെ 4 പ്രൊവിൻസുകളുണ്ട്. കലാത്ത്, ഖരൻ, ലാസ്ബേല, മക്രാൻ. ഈ കലാത്ത് എന്ന് പറഞ്ഞാൽ കലാത്ത് എന്ന രാജ്യത്ത് തുടർന്നും ബ്രിട്ടീഷ് പ്രൊവിൻസുകളായ ഖരനും ലാസ്ബേലയും മക്രാനും ഉൾപ്പെടെ കലാത്ത് ഒറ്റ രാജ്യമായി നിൽക്കുമെന്ന് തീരുമാനിക്കുകയും ആ തീരുമാനം എഴുതി തയ്യാറാക്കുകയും എല്ലാവരും ഒപ്പിടുകയും ചെയ്തു. 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യദിനം. ആ 1947 ഓഗസ്റ്റ് 14 കലാത്തിനും സ്വാതന്ത്ര്യം കിട്ടി. കലാത്ത് എന്ന് പറഞ്ഞ സ്വതന്ത്ര പരമാധികാര രാജ്യം അഹമ്മദ് യാർ ഖാൻ്റെ നേതൃത്വത്തിൽ വന്നു എഗ്രിമെൻ്റ് പ്രകാരം. പക്ഷേ അധികാരം കിട്ടിയ ജിന്ന ഈ കരാർ മാനിച്ചില്ല. കലാത്തിലേക്ക് പാകിസ്ഥാൻ പട്ടാളത്തെ അയച്ചു. കലാത്ത് പൊരുതി 3 മാസം യുദ്ധം ചെയ്തു. 3 മാസം കഴിഞ്ഞപ്പോൾ കലാത്ത് തോറ്റു. അങ്ങനെ കലാത്തിനെ നിർബന്ധപൂർവം പാകിസ്ഥാനിലേക്ക് ചേർത്തതാണ്. കലാത്താണ് ബലൂചിസ്ഥാൻ. അന്നു മുതൽ അവർ ആവശ്യപ്പെടുകയാണ് 1947 ആഗസ്റ്റ് 14 സ്വതന്ത്ര രാജ്യമായി ബ്രിട്ടീഷുകാരുടെ മുന്നിൽ കരാറൊപ്പിട്ട തങ്ങളെ പിന്നീട് ആക്രമിച്ച് കീഴടക്കിയതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം തിരിച്ചു കിട്ടണം എന്ന് ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് പോരാളി ഭീകരതയാവുന്നത്? അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നുണ്ടല്ലോ പലസ്തീനികൾ പോരാളികളാണെന്ന്. അവരുടെ രാജ്യം ഇസ്രയേൽ പലസ്തീനൊന്നും പിടിച്ചെടുത്തില്ല. ഇസ്രയേൽ ചെയ്തത് എന്താണ്? ഇസ്രയേൽ ആർക്കും വേണ്ടാത്ത മരുഭൂമി പണം കൊടുത്ത് മേടിച്ചിട്ടാണ് ഇസ്രയേൽ രാജ്യം ഉണ്ടാക്കിയത്. ആ ഇസ്രയേൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഹമാസ് പൊരുതുന്ന ഹമാസിനെ ഇവർ പോരാളി എന്ന് വിളിക്കും, ഭീകരരല്ലെന്ന് പറയും. അങ്ങനെ ബലൂചിസ്ഥാനിലുള്ളവരോ അവർക്കൊരു സോവറിൻ കൺട്രി ആയിരുന്നു. ബ്രിട്ടീഷുകാരും ഇന്ത്യയും പാകിസ്ഥാനും സമ്മതിച്ച് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തതാണ്. പിന്നെ ഇന്ത്യ ചതിച്ചിട്ടുണ്ട് കേട്ടോ. കലാത്തുകാർക്ക് ഇന്ത്യയുടെ ഭാഗമാകാൻ താല്പര്യമുണ്ടായിരുന്നു. കാരണം അവർ ഈ കലാത്തിലെ ബ്രാഹുയി എന്ന് പറഞ്ഞ ഭാഷയാണ് കലാത്തിലെ ഭാഷ. ഈ ബ്രാഹുയി ഭാഷയിലെ ഏതാണ്ട് 80% പദങ്ങൾ തമിഴുമായി ബന്ധമുള്ളതാണ്. അവർ മുസ്ലിംകളാണെങ്കിലും അവരുടെ DNA പരിശോധിച്ചപ്പോൾ ഇന്ത്യയിലെ ദ്രാവിഡ ജനതയുടെ DNA കലാത്തിലെ ബലൂചിസ്ഥാനിലെ ആളുകൾക്ക് ബന്ധമുണ്ടെന്ന്. അപ്പോൾ ഇന്ത്യയുമായി ഒരു സാംസ്കാരികമായും ജനിതകമായും ബന്ധമുള്ള ആളുകളാണ് ബലൂചിസ്ഥാനിലെ ആളുകൾ. അങ്ങനെ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കാം എന്ന് പറഞ്ഞപ്പോൾ നെഹ്റു പറഞ്ഞതെന്നറിയോ? ബലൂചിസ്ഥാനും ഇന്ത്യയായിട്ട് നേരിട്ട് അതിർത്തിയില്ല, അതുകൊണ്ട് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ നോക്കൂ, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ടും പിന്നെ എത്രയോ കാലം ഗോവ പോർച്ചുഗീസിൻ്റെ ഭാഗമായിട്ട് തുടർന്നില്ലേ? അപ്പോൾ അതുപോലെ അങ്ങനെ പോർച്ചുഗലിൻ്റെ ഭാഗമായി ഗോവയ്ക്ക് ഇന്ത്യ തുടരാമായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുക, കണ്ണൂർ പോകുമ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ മാഹി പുതുച്ചേരിയുടെ ഭാഗമാണ്, കേരളത്തിനകത്ത് തുടരുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ഒരു സ്വതന്ത്ര പ്രൊവിൻസായിട്ട് ബലൂചിസ്ഥാനെ തുടരാമായിരുന്നു. അവർ 100% അഹമ്മദ് യാർ ഖാൻ തയ്യാറായിരുന്നു ഈ പാകിസ്ഥാൻ പന്നികളോടെ പോവാതെ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കാൻ. അന്ന് നെഹ്റു അയ്യോ ഞങ്ങൾക്ക് അതിർത്തിയില്ല, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാജ്യമാവില്ലായിരുന്നു, ബലൂചിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഒരു പക്ഷേ അതിർത്തി ഇന്ത്യക്കും ബലൂചിസ്ഥാനും ഇടയ്ക്കുള്ള ചെറിയ ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പും കൂടെ നമ്മുടേതായനെ. ഇന്ത്യ അങ്ങനെ അങ്ങോട്ട് പോയി, ഇന്ത്യയുടെ മാപ്പ് അങ്ങനെ ആയി മാറിയനെ. അതിനെയും ചതിച്ചത് നെഹ്റുവാണ്. അപ്പോൾ ഏതായാലും ഒരു പക്ഷേ നെഹ്റുവിൻ്റെ ചതിയെ അതിജീവിച്ച് ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാജ്യമാവുകയോ, സ്വതന്ത്ര രാജ്യമായി കഴിഞ്ഞാൽ നാളെ ബലൂചിസ്ഥാൻ തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാവുകയാണ് എന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ ഏതായാലും ഈ അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു ലക്ഷ്യവും സ്വപ്നവും ഉണ്ടല്ലോ, അതിലേക്കുള്ള യാത്ര പതുക്കെ നരേന്ദ്രമോദിയുടെ കാലത്ത് ആരംഭിക്കുകയാണ്. അതിന് കരുക്കൾ നീക്കിക്കൊടുക്കുന്നത് പാകിസ്ഥാനാണെന്നാണ് അത് സന്തോഷകരമായ ഒരവസ്ഥ. ഏതായാലും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അത്യുഗ്രമായ പോരാട്ടം തുടരുകയാണ്.
മോദി ആഗ്രഹിക്കുന്ന പോലെ, അജിത് ഡോവൽ വിഭാവനം ചെയ്യുന്ന പോലെ പാകിസ്ഥാൻ 5 കഷണമായി മാറുമോ ഇല്ലയോ എന്ന് നമുക്കൊരു പക്ഷേ നമ്മുടെ ഈ ലൈഫ് സ്പാനിൽ തന്നെ, ജീവിതകാലത്ത് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.